ഒരിക്കൽ ക്ഷീണിതനായ ഒരു യാത്രക്കാരൻ സ്വാമി വിവേകാനന്ദൻ്റെ ആശ്രമത്തിൽ വന്ന് പറഞ്ഞു, സ്വാമിജി, ഞാൻ എത്ര ശ്രമിച്ചിട്ടും ജീവിതത്തിൽ എനിക്ക് സമാധാനമോ സംതൃപ്തിയോ ലഭിക്കുന്നില്ല. കഠിനമായി പരിശ്രമിക്കുന്നതിനാലും ഞാൻ എപ്പോഴും അസ്വസ്ഥനും നിവൃത്തിയില്ലാത്തവനുമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? സ്വാമി വിവേകാനന്ദൻ യാത്രക്കാരൻ്റെ അവസ്ഥ നിരീക്ഷിക്കുകയും അദ്ദേഹത്തിന് ഒരു പാഠം നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു. അയാൾ ഒരു മെഴുകുതിരി യാത്രികനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഈ മെഴുകുതിരി എടുത്ത് ഇന്ന് രാത്രി ആശ്രമത്തോട്ടത്തിലൂടെ നടക്കൂ. നിന്റെ നടത്തം പൂർത്തിയാക്കിയാൽ എൻ്റെ അടുത്തേക്ക് മടങ്ങി വരൂ. യാത്രക്കാരൻ പറഞ്ഞതുപോലെ ചെയ്തു. അവൻ നടക്കുമ്പോൾ രാത്രി കാറ്റുവീശി, മെഴുകുതിരി മിന്നി. തീജ്വാല അണയുമെന്ന് തോന്നുമ്പോഴെല്ലാം യാത്രക്കാരൻ അതിനെ സംരക്ഷിക്കാൻ നിർത്തും. അത് കത്തിക്കുന്നതിനെക്കുറിച്ച് നിരന്തരം വിഷമിച്ചു. അവൻ്റെ ശ്രദ്ധ മുഴുവൻ കാറ്റിൽ നിന്ന് തീജ്വാലയെ സംരക്ഷിക്കുന്നതിലായിരുന്നു. ഒടുവിൽ സ്വാമിജിയുടെ അടുത്ത് തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹം ക്ഷീണിതനും ഉത്കണ്ഠാകുലനുമായി കാണപ്പെട്ടു. സ്വാമിജി ചോദിച്ചു, നിന്റെ നടത്തം എങ്ങനെയുണ്ടായിരുന്നു? യാത്രികൻ മറുപടി പറഞ്ഞു, എനിക്ക് ഈ നടത്തം ഒട്ടും ആസ്വദിക്കാനായില്ല. സ്വാമിജി മെഴുകുതിരിയുടെ ജ്വാല നിലനിർത്തുന്നതിൽ ഞാൻ വളരെയധികം വിഷമിച്ചു. പൂന്തോട്ടത്തിൻ്റെ ഭംഗി കാണാനോ ശാന്തമായ രാത്രി ആസ്വദിക്കാനോ എനിക്ക് കഴിഞ്ഞില്ല. സ്വാമി വിവേകാനന്ദൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം. നിങ്ങളുടെ മനസ്സ് ഒരു മെഴുകുതിരി പോലെയാണ്. ആശങ്കകളും ഭയങ്ങളും കൊണ്ട് നിരന്തരം മിന്നിമറിയുന്നു. യാത്രയിലും നിങ്ങളുടെ ചുറ്റുമുള്ള സൗന്ദര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം എന്താണ് നഷ്ടപ്പെടുമോ എന്ന ഭയത്താൽ നിങ്ങൾ വിഴുങ്ങുന്നു. നിങ്ങൾക്ക് സമാധാനവും സംതൃപ്തിയും ലഭിക്കുന്നത് അനാവശ്യമായ ആകുലതകൾ ഉപേക്ഷിക്കുന്നതിലൂടെയും നിങ്ങളുടെ നിരന്തരമായ സംരക്ഷണമില്ലാതെ ജ്വാല സ്വയം നിലനിൽക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ്. സ്വാമിജിയുടെ വാക്കുകളിലെ ജ്ഞാനം സഞ്ചാരിക്ക് മനസ്സിലായി. തൻ്റെ ഉത്കണ്ഠകൾ ഉപേക്ഷിച്ച് വർത്തമാനകാലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ താൻ തേടുന്ന സമാധാനവും സംതൃപ്തിയും കണ്ടെത്താൻ കഴിയുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അന്നു മുതൽ അദ്ദേഹം മനസാന്നിധ്യം പരിശീലിക്കുകയും ഓരോ നിമിഷവും വിലമതിക്കാൻ പഠിക്കുകയും തൻ്റെ യാത്രയിൽ യഥാർത്ഥ സംതൃപ്തി കണ്ടെത്തുകയും ചെയ്തു. If you love to watch this video, you can like, share and subscribe.